ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ തിരക്ക് പിടിച്ച വീട്ടമ്മമാരോ അതേപോലെ തന്നെ ചെറിയ മക്കളൊക്കെ ഉള്ള അമ്മമാരൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അവർക്കൊന്നും പെട്ടെന്ന് പണികളൊന്നും തീരാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തലേ ദിവസങ്ങളിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ പണിയൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് ഫ്രീ ആവാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ തലേ ദിവസങ്ങളിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്കൂ. അപ്പോൾ രാത്രിയിലാണ് ഞാനത് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ മിഷൊക്കെ ഉറങ്ങിയതിന് ശേഷം ഞാനിതാ കുറച്ച് പച്ചക്കറികളൊക്കെ കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ബീൻസ് കഴുകിയിട്ട് വെള്ളം വാരാൻ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കറി ഉണ്ടാക്കാനും ചിരങ്ങക്കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ചിരങ്ങൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ ഞാനിങ്ങനെ ചെയ്ത് വെക്കണമെന്ന് എൻ്റെ പണിയൊക്കെ പെട്ടെന്ന് തീരലുണ്ട് കേട്ടോ. ചില സമയത്ത് നമുക്ക് ഇങ്ങനെ എടുക്കാനും നമ്മുടെ മക്കൾ സമ്മതിക്കില്ല അല്ലേ. രാവിലെ എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാലേ, എല്ലാ വീട്ടമ്മമാർക്കും നല്ല തിരക്കുണ്ടാവൂലേ. അപ്പോൾ ചെറിയ മക്കളൊക്കെ ഉള്ളവർ അതേപോലെ തന്നെ കുറേ ആളുകളൊക്കെ ഉള്ള വീട്, അങ്ങനെയൊക്കെ എത്ര പണിയെടുത്തിട്ട് പണി ഒരുങ്ങാത്ത കുറേ വീട്ടമ്മമാരൊക്കെ ഉണ്ടാവൂലേ. അപ്പോൾ അവരൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ പണിയൊക്കെ പെട്ടെന്ന് തീരും കേട്ടോ. അപ്പോൾ ഞാൻ ചിരങ്ങക്കറി തേങ്ങ അരക്കാത്ത കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനിതാ കുറച്ചധികം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്, എന്നാലേ നമ്മൾ കറിയൊക്കെ നല്ലൊരു കുറുക്കൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനിതാ ചിരങ്ങൊക്കെ കട്ട് ചെയ്തത് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ ഈ ബീൻസിൻ്റെ നാരൊന്ന് കളഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ചെറിയ മക്കളുള്ള അമ്മമാർക്കൊക്കെ ഇത് രാവിലെയൊക്കെ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഉപ്പേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉച്ചക്കും അതേപോലെ തന്നെ കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ ഇത് തന്നെ മതിയല്ലോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് രാവിലെ കുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനിതാ ഉപ്പേരിക്കുള്ളതും കറിക്കുള്ള ചിരങ്ങൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ കട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഞാനിതാ ദോശക്കുള്ള മാവൊന്ന് അരച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിത് വൈകുന്നേരമാണ് അരച്ച് വെക്കുന്നത്, എന്നാലും എൻ്റെ മാവിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാനിതാ മാവൊന്ന് അരച്ച് വെക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ദോശൻ്റെ മാവൊക്കെ അരച്ച് വെച്ചാൽ നമുക്ക് പിറ്റേന്ന് കിച്ചണിൽ വരാൻ നല്ലൊരു ഇൻട്രസ്റ്റ് ആവൂലേ. അപ്പോൾ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റൂലേ. അപ്പോൾ എനിക്ക് നല്ലൊരു ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. ദോശയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മാവൊക്കെ അരച്ച് വെക്കുകയാണെങ്കിൽ നല്ലൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും കേട്ടോ കിച്ചണിൽ വരാൻ. അപ്പോൾ ഇതാ നമ്മുടെ ദോശൻ്റെ മാവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മാവ് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കട്ട് ചെയ്തതൊന്ന് ഫ്രിഡ്ജിലേക്കൊന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ദോശയിലേക്ക് കറിയായിട്ട് ഉണ്ടാക്കുന്നത് കടലക്കറിയാണ് കേട്ടോ. അപ്പോൾ ദോശക്ക് നല്ലൊരു കോമ്പിനേഷനായിട്ട് വരികയാണെങ്കിൽ സാമ്പാറും ചട്നിയൊക്കെ ആണല്ലേ. പക്ഷെ ഇവിടെ ചട്നി വല്ലാതൊരു ഇഷ്ടമല്ല കേട്ടോ. എനിക്കൊന്നും കുഴപ്പമില്ല, പക്ഷെ മക്കൾക്കൊന്നും വലിയൊരു ഇഷ്ടമല്ല. അപ്പോൾ കടലക്കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ.
അപ്പോൾ അത് അതിനിതാ ഞാൻ കടലൊക്കെ കഴുകിയിട്ട് ഇങ്ങനെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ തലേ ദിവസം തന്നെ ഇതൊക്കെ കഴുകിയിട്ട് ഇങ്ങനെ കുക്കറിൽ ഇട്ടിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ചേർത്തിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം രാവിലെ പെട്ടെന്ന് അത് വേവിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ രാവിലെ ഇതൊക്കെ റെഡിയാക്കുമ്പോഴത്തേന് കുറേ സമയം എടുക്കൂലേ. അപ്പോൾ ഞാനിതാ കടല കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ട് ഇതിവിടെ അടച്ച് വെക്കാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് കുക്കറിലിട്ട് വെക്കുകയാണെങ്കിൽ നമ്മളെ കടല കുതിർന്ന് കിട്ടുകയും ചെയ്യും. നമുക്ക് രാവിലെ തന്നെ കുറേ ടൈം ലാഭിക്കാനായിട്ടും പറ്റും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് നല്ലൊരു സുഖാവലുണ്ട് കേട്ടോ പണിയൊക്കെ എടുക്കാൻ. അപ്പോൾ ചെറിയ മക്കളുള്ള അമ്മമാരൊക്കെ ആണെങ്കിൽ കുട്ടികളും നമ്മുടെ ഒപ്പം എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇങ്ങനെയുള്ള പണികളൊന്നും എടുക്കാൻ പറ്റില്ലല്ലേ. അപ്പോൾ തലേ ദിവസം ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ അവിടെ റെഡിയാക്കിയിട്ട് പിന്നെ ഞാനിതാ കുറച്ച് പാത്രം ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാത്രിയിൽ നമ്മളിങ്ങനെ പാത്രം കഴുകാതെ കിടന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണല്ലേ പിറ്റേന്ന് രാവിലെ കിച്ചണിൽ വരുമ്പോൾ. അപ്പോൾ നമ്മൾ എല്ലാതും നല്ല വൃത്തിയാക്കിയിട്ട് വെച്ചാലാണ് നമുക്ക് പിറ്റേന്ന് വരുമ്പോൾ നല്ല ഇൻട്രസ്റ്റോട് കൂടിയിട്ട് നമുക്ക് കിച്ചണിൽ പണിയെടുക്കാനായിട്ട് പറ്റുള്ളൂ അല്ലേ. അപ്പോൾ എനിക്കങ്ങനെ ഉണ്ടോ, അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ തന്നെ ആവും. അപ്പോൾ അടുക്കളയിൽ തീരാത്തൊരു പണിയാണല്ലേ പാത്രം കഴുകുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ അത് അധികം ആവുന്നത് അങ്ങനെ കഴുകി വെക്കുകയാണെങ്കിൽ നമുക്ക് അധികം ഭാരമില്ലാതെ കഴുകി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ പാത്രം കഴുകലൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിതാ തുണ്ടും ഇതിനൊക്കെ നന്നായിട്ട് തുടച്ചിടുന്നുണ്ട്. അപ്പോൾ ഞാൻ എല്ലാതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെറിയ മക്കളുള്ളവരും അതേപോലെ തന്നെ ജോലിക്ക് പോകുന്നവരും അതേപോലെ തന്നെ നല്ല തിരക്കുള്ള വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ രാത്രിയിൽ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം നമുക്ക് അധികം ബുദ്ധിമുട്ടില്ലാതെ നമ്മുടെ ജോലികളൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.